അസ്സലാമു അലൈക്കും. നമ്മുടെ കാസർഗോട്ടെ സയ്യിദ് അബ്ദുൽ കരീം അൽ ഹാദി തങ്ങളുടെ ചെറിയ മോൻ്റെ പിറന്നാളല്ലേ, ജന്മദിനല്ലേ, ബർത്ത്ഡേ അല്ലേ? അപ്പോൾ ഞാൻ എന്താ പറയുക, യാദൃശികമായി ഇവിടെ എത്തിയതാണ്. അപ്പോൾ നല്ലൊരു മദ്ഹ് ഇവരുടെ കൂടെ പാടണം എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ ഇവരുടെ കൂടെ ഏത് പാട്ടാണ് പാടുക? ഉപ്പ ഉമ്മയാണോ അല്ലെങ്കിൽ സുബർഗത്തിൽ ഒരുങ്ങുന്ന കല്യാണം, ഏതാണ്? ഉപ്പ ഉമ്മ പാടാ, ഉപ്പ ഉമ്മ അല്ലേ? പാടുന്നാല് ബിസ്മില്ല. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. എൻ്റെ പ്രേമഗാനം കേൾക്കുക. പഠിച്ചിട്ടില്ലേ? കവികൾ പാടി, അതറിയോ? കവികൾ ഉണ്ടല്ലേ? സോറി. ആ ആ പാടി പാടി കവിത ഇനിയും ബാക്കി, കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം കവികൾ എന്നാലും എഴുതിത്തീരില്ല. നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്, നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ, അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ബർത്ത്ഡേ ആയിട്ട് എനിക്കൊന്നുമില്ലേ? ഫുഡൊക്കെ ഉണ്ടാ? എന്താ, ബിരിയാണി ഉണ്ടാ? അപ്പോൾ നമ്മളെ കുറേ കുട്ടികള് പിന്നെ ഇതുപോലെ ഉപ്പ ഉമ്മ അറിയുന്ന ധാരാളം കുട്ടികളുണ്ടാവും അല്ലേ? അവരോടെല്ലാവരോടും ഹായ് പറഞ്ഞ. ഹായ് ഹായ് പറ. അതാ അതിൽ ഹായ് പറ. നമ്മുടെ കുട്ടികളെ നല്ല അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ, സന്തോഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുമായി അവരെ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നുമല്ല, അവർ വെറുതെ ഇങ്ങനെ സൈഡിലാക്കി കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് വേറെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിയാൻ കഴിയുക. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് കരീം തങ്ങളുടെ കുടുംബം. അവരുടെ മക്കളുമായും അവരുടെ ഫാമിലിയായിട്ടും ഭയങ്കര ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് കുട്ടി ഇത്രയേറെ എന്നോട് എന്താ പറയുക, ഒരു സുഹൃത്തിനെ പോലെ നിന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ.